മനതോരമുണ്ട് ഈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയും രോഹിത്തും കൂടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്കും രേവതിക്കുട്ടി വന്ന് പറയുക, എന്തായാലും ഇപ്പം നല്ല കുട്ടിയാണ്, ഞാൻ വിജയിച്ചു ഇതിൽ ഭയങ്കരനാണ്, പക്ഷേ ഇപ്പം തോന്നുന്നു നല്ലതാണ്. അങ്ങനെ നിനക്ക് തോന്നി തുടങ്ങിയോ എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട് ആ സമയത്ത്, നിനക്കിപ്പോഴല്ലേ തോന്നിയത്, എനിക്ക് ആ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും ഇവരെല്ലാവരും പാവമെന്ന് തോന്നിയത്, അതുകൊണ്ടല്ലേ എനിക്ക് ആ ഇവരുമായിട്ടൊക്കെ കൂട്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രേവതിക്കുട്ടി പറയുക, എന്തായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും എനിക്ക് ഇഷ്ടമുണ്ട്, അത് നല്ലവരായിരിക്കുമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞത്. എന്താ നല്ലവരായിരിക്കുമെന്നോ? ഇല്ല, ഞാൻ ചേച്ചി നന്മയുള്ള ചേച്ചിയല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുക. എന്നെ ഒരു നന്മ മരമൊന്നും ആക്കണ്ട നീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അലീന. ആ സമയത്ത് മനു ഫോൺ ചെയ്യുന്നുണ്ട്. മനു പറയുക, എന്താ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു, എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് അലീന പറയുക, അത് നിങ്ങളാരും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു. അച്ഛനാണെങ്കിൽ ഒരിടത്ത് പോയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ആയിട്ട് ഇങ്ങോട്ട് വരാമെന്ന്, മാമച്ചനെ വിളിച്ചിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് മനുവിൻ്റെ അമ്മ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക. നീ എന്തിനാ അലീനയെ വിളിക്കുന്നത്, നീ ആരാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അപ്പോഴത്തേക്കും ഉടനെ മനു കട്ടാക്കുന്നുണ്ട്. ഉടനെ തന്നെ ശിവനെ അടുത്ത് വരുന്നുണ്ട്. നിനക്ക് എന്തിനാ അവനെ വഴക്ക് പറയുന്നത്, എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോ, ഇവൻ ആ അലീനയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അലീനയെ വിളിക്കട്ടെ, അതിനിപ്പോൾ കുഴപ്പമെന്താ, നിങ്ങളിപ്പോൾ എന്താ സപ്പോർട്ട് ചെയ്യണേ, പണ്ടാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ വൈജയന്തി വരുന്നുണ്ട്. വൈജയന്തി അടുത്ത് പറയുന്നുണ്ട്, മൻ്റെ സഹോദരി പറയുക, നീ ഒരു കാര്യം അറിഞ്ഞോ, ഇതാണെങ്കിൽ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മോളാണ് അലീന എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതല്ല, പക്ഷേ എങ്കിലത് ആരാ എന്നൊക്കെ വൈജയന്തി ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്. ആരാ പറഞ്ഞ അങ്ങനെയല്ലെന്ന്, പിന്നെ എന്തിനാ അവൾ അവിടെ നിൽക്കുന്നേ, എന്തിനാ സപ്പോർട്ട് ചെയ്യണേ, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മകളാണോ? എനിക്ക് വിശ്വാസമാണ് അത് മകൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഇത്രത്തോളം അവളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് എന്ന് ഉറച്ചു പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അത് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് വൈജയന്തിയാണെങ്കിൽ പറയുക, എല്ലാവർക്കും എല്ലാം അറിയാം, അപ്പോൾ എനിക്ക് മാത്രമേ ഒന്നും അറിഞ്ഞുകൂടാത്തുള്ളൂ, എന്താ ഇങ്ങനെയൊക്കെ ഇപ്പം പറയുന്നേ, ഞാനൊരു തെറ്റുകാരനെ കൊണ്ട് നടക്കുന്നതായിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് എന്താ ഇത്രയും ദിവസം സത്യം പറയാത്തേ, പിന്നെ ആരാ അനിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തി. അതോ, നീ അത് ഇപ്പം അറിയണ്ട, ഞാനത് പറഞ്ഞോളാം, പക്ഷെ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഞെട്ടൽ അത് എല്ലാവർക്കും ഒരു വേദനയായിരിക്കും, ഞങ്ങളത് അനുഭവിച്ചതാണ്, പക്ഷേ എനിക്കും മനുവിനും ഇതറിയാം എന്ന് പറയുന്നുണ്ട്. മനുവിനും അറിയായിരുന്നോ, എന്നിട്ടാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയത്, സംസാരിച്ചതും പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നീ വിഷമിക്കുന്ന വേണ്ട, ഞങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നില്ലേ, പിന്നെ നീ എന്തിനാ വിഷമിക്കേണ്ട കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നിൽക്കുകയായിരുന്നെന്നു ശിവൻ്റെ ഭാര്യ പറയുക, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി, നമ്മളിവിടെ പൊട്ടിയപ്പോലെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യവും പറയാതെ ഇരുന്നില്ലേ, അത് മാത്രമല്ല ഇപ്പം അവൾ ആരായിരുന്നാലും എന്താ, പക്ഷേ മനുവിനെ വിളിക്കേണ്ട ആവശ്യം എന്താ, ഇനി അവൾ ആ ഫോണിൽ വിളിക്കുന്നത് ഞാൻ കാണരുത്, അതുമാത്രമല്ല അവളുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ട, ഇപ്പോൾ ഒരാളിനെ വന്ന് നിൽക്കുന്നത് അവൾ കാരണമോ, ഇനി ഈ കുടുംബത്തിൽ അവളായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ള പ്രശ്നം തന്നെ താങ്ങാൻ പറ്റാതെ നടക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മനു പറയുക, ഞാൻ അവളെ വിളിക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും, എനിക്കാണെങ്കിൽ അത്രയ്ക്ക് ആ കുട്ടി ഇഷ്ടമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഞെട്ടിയിരുന്ന എല്ലാവരും, ശിവനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുന്നത് വൈജയന്തിയായിരുന്നു. വൈജയന്തിയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്നത്. എന്നാൽ കല്യാണം കഴിക്കുമെന്നൊന്നും പറയുമെന്ന് വിചാരിച്ചില്ല ആരും. എന്തായാലും അവൻ്റെ ഇഷ്ടമല്ലേ, എന്തായാലും നമുക്ക് നോക്കാമെന്ന് ശിവൻ പറയുന്നത് കേട്ടിട്ട് വൈജയന്തി പറയുക, എന്താ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ, അവർ അടുക്കളക്കാരിയെ കൊണ്ട് വീട്ടിലെ കാര്യമാക്കാൻ വേണ്ടി നിങ്ങൾ നടക്കുകയാണോ, എന്തായിരുന്നാലും കൊള്ളാം, ബാലചന്ദ്രൻ്റെ അതേ സ്വഭാവമായി തുടങ്ങിയിരിക്കുന്നതല്ലേ നിങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് വൈജയന്തി വീണ്ടും പറയുക ശിവൻ്റെ അടുത്ത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ,
ബാലചന്ദ്രൻ്റെ മകളാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളെയും അവൾ കയ്യിലെടുത്തിരിക്കുന്നത്. എൻ്റെ കൂടെ ആരും ഇപ്പോൾ ഇല്ല എൻ്റെ കൂടെ. ഞാൻ വന്നതിൻ്റെ കാര്യവും അവളുമായിട്ടുള്ള അടുപ്പം തന്നെയാണ്. ഒന്നും ചെയ്യാതിരുന്ന ജോലി ചെയ്യാതിരുന്നവരെല്ലാവരും അടുക്കള കയറാൻ തുടങ്ങി. അത് അവളുടെ കാശ് കൊണ്ടല്ലേ. എന്തായാലും ഇതിനൊക്കെ ഞാനതൊരു പകരം കൊടുക്കും. എന്തായാലും ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയപ്പോഴത്തേക്കും അവൾക്ക് രണ്ട് പറഞ്ഞിട്ടേ അവളെ ഞാൻ പറഞ്ഞയക്കത്തുള്ളൂ എന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മനു പറയുക, അതിനെ പറഞ്ഞു തിരിച്ച് പറയാൻ എന്തെങ്കിലും വേണ്ടേ? എങ്കിലല്ലേ നിങ്ങൾ ഉത്തരം പറയുകയുള്ളൂ. ഏത് കാര്യത്തിലും നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ഉറച്ചു നിൽക്കണം. അതെൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പാഠമാണ്. അത് ആൻറ്റിക്ക് മനസ്സിലാവത്തുണ്ട. ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. മനു എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുക, നിനക്കൊന്നും മനസ്സിലാവൂല, നീ ചെയ്ത തെറ്റിന് അടിയിലെ കുറവാണ്, മനസ്സിലായല്ലോ, നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അടപ്പിക്കുന്നുണ്ട് വൈജയന്തിക്ക് മനസ്സിലായി. എന്തായാലും വൈജയന്തി തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വൈജയന്തിക്ക് അറിയാം. പക്ഷേ ബാലചന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അവൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത്. നിന്നതുപോലെയല്ല അവൻ. അത് എന്തായാലും നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ആ കാര്യം. അത് അറിയുമ്പം നിനക്കുണ്ടാകുന്ന ആ ഒരു വേദന അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ വൈജയന്തി. അതുകൊണ്ട് നിൻ്റെ കാര്യം നീ നോക്ക്. അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറയുന്നു, നീ പിള്ളേരെയും കൊണ്ട് അവിടെ നിൽക്കുന്നതാണ്, നിൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. അത് അലീന നിന്നാലും കുഴപ്പമില്ല, അലീന അവിടെ നിൽക്കട്ടെ. എന്തിനാ നീ ഒളിച്ചോടുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീണ്ടും എന്നെ കുറ്റപ്പെടുത്താൻ ആരും നോക്കണ്ട, ഞാൻ എടുത്ത തീരുമാനം ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്ന് വൈജയന്തി പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് മനു പറയുക, എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്, മാമിമാരും എല്ലാവരും പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ കല്യാണത്തെക്കുറിച്ച്. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരായിരിക്കണമെന്ന്. അതിനി ആരും എന്നെ ഇനി ഉപദേശിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് മനു.